മലയാളികൾ ഏറെ വേദനയോടെ കേട്ട ഒരു വിയോഗമാണ് നടി കവിയൂർ പൊന്നമ്മയുടേത്. നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കലാകേരളം പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുക. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ആലുവ കരുമാലൂർ ശ്രീപദം വീട്ടുവളപ്പിൽ നടക്കും. നിലവിൽ എറണാകുളം ലിസി ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ലിസി ആശുപത്രിയിൽ നിന്ന് സൈഫുന്നിസ അലിയാർ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ സൈഫുന്നിസ, മലയാള സിനിമയുടെ അമ്മ മുഖമാണ് മറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് സംസ്കാര ചടങ്ങ്, അതിനു മുൻപുള്ള പൊതുദർശനമടക്കം തീരുമാനിച്ചിരിക്കുന്നത്? ശ്രുതി, കവിയൂർ പൊന്നമ്മ, മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മ ഒരു പൊന്നോർമ്മയായി മാറുകയാണ്. ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന കലൂർ ലിസി ആശുപത്രിയിലാണ് ഞാനുള്ളത്. രാവിലെ 8:30 ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയായി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക്, മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെയാകും പൊതുദർശനം. 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ആലുവയിലെ കരുമാലൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടുവളപ്പിലാണ് സംസ്കാരം. വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. ഏറെ ദിവസമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ലിസി ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനിടെയാണ് വിയോഗം ഉണ്ടായിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയെ ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 2-3 വർഷത്തിനിടെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും കണ്ട മലയാള സിനിമകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്ന മുഖം എന്ന രീതിയിൽ കവിയൂർ പൊന്നമ്മയുടെ പേര് എടുത്തു പറയേണ്ടതാണ്. അതായത് പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ അമ്മയായിരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇന്ന് എത്തും. ഇന്നലെ തന്നെ സുരേഷ് ഗോപി, ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളും ഒപ്പം തന്നെ സംഘടനകളിലെ പ്രമുഖരെല്ലാം തന്നെ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് കളമശ്ശേരി ടൗൺ ഹാളിലും ഒപ്പം തന്നെ കരുമാലൂരിലെ വീട്ടിലും നിരവധി പേർ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ആശുപത്രിയിൽ രാവിലെ 7:30 മൃതദേഹം പുറത്തിറക്കി ചെറിയ രീതിയിലൊരു പൊതുദർശനം ആശുപത്രി പരിസരത്തും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ട്. അതായത് നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കാണുവാനായി ഒരു മണിക്കൂർ പൊതുദർശനം ആശുപത്രിയിൽ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കവിയൂർ പൊന്നമ്മയുടെ ഒരു കലാ സബരി എടുത്തു പറയുകയാണെങ്കിൽ 60 വർഷത്തിനിടെ 800-ലേറെ സിനിമകൾ ചെയ്ത ചുരുക്കം ചില നടീനടന്മാരെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പേരെടുത്ത് പറയാൻ പോലും, അല്ലെങ്കിൽ കൈവിരലുകൊണ്ട് എണ്ണി പറയാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കും ഉണ്ടാവുക. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് കവിയൂർ പൊന്നമ്മ. 800 സിനിമകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം തന്നെ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണെങ്കിൽ പോലും ഇതര ഭാഷകളിൽ പോലും സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ ഒരു അഭിനേത്രി എന്ന നിലയിൽ, ഒപ്പം തന്നെ അഭിനയം എന്നതിനപ്പുറത്തേക്ക് കവിയൂർ പൊന്നമ്മ വന്നത് നാടകത്തിലൂടെയാണ്. നാടകത്തിൽ പാട്ട് പാടാൻ വന്ന കവിയൂർ പൊന്നമ്മയെ പിന്നീട് തോപ്പിൽ ഭാസിയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് 1964. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഓരോ സിനിമയിലും, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും മുൻപേ ഉള്ള സിനിമകൾ പോലും നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മയായിട്ടാണല്ലോ. അതിന് മുൻപും പോലും ഒരുപാട് പ്രഗത്ഭരായ നടീനടന്മാർക്കൊപ്പം അഭിനയിച്ച് കഴിവ് തെളിയിച്ച് കവിയൂർ പൊന്നമ്മ പിന്നീട്, അതായത് ഒരു 13-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ ഒരു സ്ത്രീ അവരുടെ ഒരു ചെറുപ്പകാലത്ത് തന്നെ, ഒരു കൗമാരപ്രായത്തിൽ തന്നെ അമ്മവേഷങ്ങൾ അഭിനയിക്കുക, അവരുടെ ജീവിതകാലത്തുടനീളം അമ്മവേഷങ്ങൾ തുടരുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവരുടെ കാര്യത്തിൽ അവർക്ക് ഒരു കഥാപാത്രം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അമ്മ എന്ന കഥാപാത്രം ഉൾക്കൊണ്ട് ചെയ്യുന്നതിലുള്ള കവിയൂർ പൊന്നമ്മയുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു പ്രഗത്ഭരായ നടിയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ നെടുമുടി വേണുവിൻ്റെയൊക്കെ എപ്പിസോഡിൻ്റെയൊക്കെ കാര്യം നമുക്കങ്ങനെ വാക്കുകൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. എങ്കിൽ പോലും 2021 ആണും പെണ്ണും എന്ന സിനിമയാണ് കവിയൂർ പൊന്നമ്മ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. അതിനുശേഷം ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മലയാള സിനിമയിൽ സജീവമായിരുന്നില്ല. പിന്നീട് മലയാള സിനിമയുടെ ഒരു സ്വഭാവം തന്നെ മാറി. അമ്മവേഷങ്ങൾ വലിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചു. കവിയൂർ പൊന്നമ്മയെ പോലുള്ള അമ്മമാരെ നമുക്ക് കിരീടത്തിലും വാത്സല്യത്തിലും തെന്മാവിൻ കൊമ്പത്തിലും അരയന്നങ്ങളുടെ വീട്ടിലും എല്ലാം മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക്
ഘട്ടത്തിലേക്ക് മലയാള സിനിമയും മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് വിശ്രമ ജീവിതത്തിലേക്ക് കവിയൂർ പൊന്നമ്മ മാറിയത്. എന്തായാലും കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ വലിയൊരു ശൂന്യത എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഓർമ്മകളാണ്, അതായത് ഒരു അമ്മ വേഷത്തിന്റെ ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് നിറയുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും അമ്മ മനസ്സിന്റെ ഒരുപാട് ഒരു മുഖങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങുന്നത്.